പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരും. അതേസമയം പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം. IMF നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക, പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തരമായി പഹൽഗാം വിഷയവും അതിനനുബന്ധമായ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം അടിയന്തരമായി തന്നെ ചേരുമെന്നാണ് UN സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷൻ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വിഷയത്തിൽ കൃത്യമായി അപലപിക്കുന്ന ഒരു നീക്കം UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ആ നീക്കത്തെ ലഘൂകരിക്കാനുള്ള ഒരു നീക്കം ചൈനയുമായി സഹകരിച്ച് പാകിസ്ഥാൻ നടത്തിയതും അന്ന് വാർത്തയായിരുന്നു. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യോഗം ചേരുമെന്ന നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പാകിസ്ഥാൻ നിലവിൽ 26 വരെ UN സെക്യൂരിറ്റി കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം കൂടിയാണ്. ഏഷ്യ മേഖലയിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ആ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു അംഗം കൂടിയായി തുടരുന്നത്. ചൈന സ്ഥിരാംഗം കൂടിയാണ്. ഈ രണ്ടുപേരും ചേർന്ന് ഇനിയ നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കുക എന്നതാണ് വളരെ കൃത്യമായി അറിയേണ്ടത്. തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നിലപാട് പറയുമ്പോൾ ഏത് ദിശയിലാണ് രണ്ട് രാജ്യങ്ങളും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്ന് വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അത് ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസമായി ഈ വിഷയത്തിൽ മാറുകയും ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സമ്മർദ്ദ വിഷയത്തിൽ, സംഘർഷ വിഷയത്തിൽ മാറുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റു സുപ്രധാന ഘടകങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സെക്യൂരിറ്റി കൗൺസിലിന് പുറമേയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ധനസഹായം സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ധനസഹായം സംബന്ധിച്ച് കൃത്യമായ പുനഃപരിശോധന വേണമെന്നൊരു ആവശ്യമാണ് ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, 700 കോടി ഡോളറിന്റെ സഹായമാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനെ IMF നൽകിയത്. ഇത്തരത്തിലുള്ള വലിയ തോതിൽ സഹായം നൽകുമ്പോൾ ആ സഹായമെല്ലാം തന്നെ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മയക്കുമരുന്ന് വാണിജ്യത്തിനും അതുപോലെ മയക്കുമരുന്നിന്റെ വിനിമയത്തിനുമായി അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ തുക കൈമാറുന്നത് ഭാരതത്തിനെതിരെ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതിനാണ് ഇത് പുനഃപരിശോധിക്കണമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോടും ആവശ്യപ്പെടുന്നത് ഈ തുക ഹവാല ഇടപാടുകളൊക്കെ നടത്തി മറ്റു രീതിയിൽ ഭാരതത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ, അതൊരു പക്ഷേ മയക്കുമരുന്ന് വിപണനത്തിന്റെ രീതിയായിരിക്കാം, അത്തരത്തിലുള്ള പല രീതികളായിരിക്കാം. അത്തരത്തിൽ സുതാര്യമായി നൽകപ്പെടുന്ന പണം ഇത്തരത്തിൽ ബ്ലാക്ക് മണിയാക്കുന്ന, അല്ലെങ്കിൽ ഒരു കള്ളപ്പണമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ലോകവിരുദ്ധ സംവിധാനങ്ങളായി പ്രയോജനപ്പെടുത്തുന്ന ഒരു നീക്കത്തിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ ദേവിക തന്നെ സൂചിപ്പിച്ചതുപോലെ, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പട്ടികയിൽ എന്നാണ്, പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അടുത്ത കാലത്താണ്, മാസങ്ങൾക്ക് മുമ്പാണ് ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ മാറ്റിയത്. അത് പല രീതിയിലുള്ള ചില നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഭീകരതയെ, അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫണ്ടിങ്ങും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള, ഇത് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിങ് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ധനവിനിമയം, അതായത് ഒരു പക്ഷേ ചൈനയിൽ നിന്നുള്ള ധനവിനിമയം വരെ, അല്ലെങ്കിൽ സാമ്പത്തിക പിന്തുണ വരെ തടയാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും സുപ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്, പ്രാഥമിക ഘട്ടത്തിലെ നയതന്ത്ര നീക്കം കൃത്യമായ നടപടികളിലൂടെ, അതായത് നയതന്ത്ര പ്രതികളെ തിരിച്ചു വിളിക്കുക എന്ന നീക്കങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും മുകളിലായി നിലനിൽക്കുന്ന ശക്തമായ ഒരു നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചത് ഈ ഇൻഡസ് നദിയിലെ വെള്ളം തടയുക എന്നതാണ്. അത്തരത്തിലുള്ള കടുത്ത നടപടിക്ക് ശേഷം ഭാരതം നേരിട്ട് ചെയ്യുന്ന നയതന്ത്ര ഇടപെടലുകളും നയതന്ത്ര നിരോധനങ്ങൾക്കും പിന്നാലെ അന്താരാഷ്ട്ര തലത്തിലെ ഫോറങ്ങളെ കൂടി ഇടപെടുത്തിക്കൊണ്ടുള്ള ഒരു രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യാമെന്ന നിലപാട് UN സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷൻ ഉന്നയിക്കുന്നതും, ഭാരതം IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പകൾ പ്രത്യേകം പുനഃപരിശോധിക്കണമെന്നൊരാവശ്യം ഭാരതം ഉന്നയിക്കുന്നതും, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ഭാരതത്തിന്റെ ആവശ്യവും. തീർച്ചയായും രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം കടന്നിരിക്കുന്നു. രാജ്യങ്ങളുടെ കൺസോർഷ്യങ്ങളും അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളും ചേർന്ന് നയിക്കുന്ന സംവിധാനങ്ങളിൽ കൂടി പാകിസ്ഥാനെതിരെ നടപടികൾ സ്വീകരിക്കുക എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഭാരതം കടന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശരി ഐസൻ, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, യൂറോപ്യൻ യൂണിയൻ അടക്കം ഭാരതത്തോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതം കൃത്യമായ ഒരു തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകും, അല്ലെങ്കിൽ അതിന്റെ പല ഘട്ടങ്ങളായി ആരംഭിച്ചു കഴിഞ്ഞു തിരിച്ചടിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ POK-യിലടക്കം കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. POK ഭരണാധികാരി കഴിഞ്ഞ ദിവസം അടിയന്തരമായി തന്നെ 2 മാസത്തേക്കുള്ള ഭക്ഷണവും ആവശ്യമായ മരുന്നുകളും കരുതണമെന്നെല്ലാം നിർദ്ദേശം നൽകിയിരുന്നല്ലോ. അത്തരത്തിലുള്ള, അതായത് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം, ശക്തമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കൃത്യമായും പാകിസ്ഥാൻ ഭയക്കുന്നു എന്നതിനെ ഏറ്റവും വലിയ ഒരു തെളിവായി തന്നെ ഈ നീക്കത്തെ, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ഭരണാധികാരിയുടെ ഈ നിലപാടിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, ഈ അതിർത്തിയിൽ തന്നെയായിരിക്കും ഭീകരരുടെ ഒളിത്താവളങ്ങളും ഭീകരർക്ക് കടന്നു വരാനുള്ള ചാനലുകളും. ഒരു പരിധിവരെ നമുക്ക് ഭീകരരുടെ ബേസ് ക്യാമ്പ് എന്ന് പറയാവുന്ന പ്രദേശങ്ങൾ ഈ അതിർത്തികളിൽ തന്നെയാണ്, അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഭാരതം എന്നും സ്വീകരിച്ചിരിക്കുന്ന ഒരു യുദ്ധതന്ത്രം. അല്ലെങ്കിൽ ഭാരതത്തിലേക്കുള്ള ഭീകരത കടത്തിവിടുന്ന സംവിധാനങ്ങളെ തടയാനുള്ള കർശനമായ നീക്കങ്ങൾ, ആ സപ്ലൈ ചെയിനുകൾ മുറിക്കുക എന്ന രീതിയിലുള്ള യുദ്ധതന്ത്രമാണ് എന്നും പാകിസ്ഥാനെതിരെ നീങ്ങിയിരുന്നത്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന സൂചനകളാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങളെ ലോകരാഷ്ട്രങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. തങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ നിലപാടിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് ഭാരതത്തിന് അവകാശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പോലും പറയുന്ന സാഹചര്യമുണ്ടായി. ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആക്രമണം തീർച്ചയായും ഉണ്ടായേക്കാം എന്ന ഒരു കൃത്യമായ ഒരു സൂചന അവർക്ക് ലഭിച്ചു എന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി UN സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് നേഷൻസിലും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാനുള്ള നീക്കം ഭാരതം നടത്തുന്നു എന്ന രീതിയിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അട്ടാവുള്ള കരാറിന്റെ വാക്കുകൾ ലോകം മുഴുവനും കേട്ടതാണ്. അതായത് ഭാരതം ആക്രമിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ലോകം മുഴുവൻ കേട്ടതുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലെ ഭരണാധികാരിയുടെ നിലപാടുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ റോഡ്, റെയിൽ ഗതാഗതമൊക്കെ അതുപോലെ അനുബന്ധ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളൊക്കെ തകരുകയും ഈ വെയർഹൌസുകൾക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ 2 മാസത്തേക്ക് അനിവാര്യമായ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അതുപോലെ തന്നെ മരുന്ന്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കണമെന്നൊരു നിർദ്ദേശം ഈ 13ഓളം മണ്ഡലങ്ങൾക്ക്, അതായത് ഈ അതിർത്തിയുമായി ചേർന്ന പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ അവിടെയുള്ള ലോക്കൽ ഭരണാധികാരികൾക്കും നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൗൺസിലിൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം, $35 ലക്ഷം സ്പെഷ്യൽ ഫണ്ട് ഈ പ്രദേശത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി, അതായത് അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രയോജനപ്പെടുത്തുന്നതിന് സ്പെഷ്യൽ ഫണ്ട് തയ്യാറാക്കിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ ഒരു യുദ്ധത്തെ ഭയക്കുന്നു എന്നതിനെ ഏറ്റവും മികച്ച തെളിവ് തന്നെയായി ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഭാരതവും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഭീകരതയെ പിന്തുടർന്ന് പിടികൂടി ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാവരും ക്യാബിനറ്റിലെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന എക്സിക്യൂട്ടീവ് അതോറിറ്റികളെല്ലാം തന്നെ കർശന നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ സൂചനകളാണ് ഈ വരുന്ന വിവരങ്ങൾ, വാർത്തകളായി വരുന്നത് വിവരങ്ങൾ ഒക്കെയും.